കഥ തന്നെ അങ്ങനെയാണ്. കാര്യനിസ്സാരത്തിൻ്റെ അത് മനഃപൂർവ്വമായിട്ട് സംഭവിച്ചതല്ല. ഒരിക്കൽ ഉണ്ണിച്ചെറിയാൻ ഇങ്ങനെ ഒരു യാത്രക്കിടയിൽ ഒരു ടീ ഷോപ്പിൽ കയറിയിരിക്കുമ്പോൾ അപ്പുറത്തെ ഒരു റെസ്റ്റോറൻറ്റ് അപ്പുറത്തെ മുറിയിൽ ഓരോരോ ക്യാബിനാണ്. അപ്പോൾ അപ്പുറത്തെ മുറിയിൽ ക്യാബിനിലെടുത്ത് ഹസ്ബൻഡും വൈഫും തമ്മിൽ എന്തോ പറഞ്ഞ് തർക്കിക്കുകയാണ്. തർക്കിച്ച് ആ വഴക്ക് കേട്ടപ്പോൾ ഈ മനുഷ്യൻ തോന്നുന്നത് ഒരു ഹസ്ബൻഡും വൈഫും കൂടെ ഇരുന്ന് വഴക്ക് കൂടുന്നു. പിന്നെ ഉറപ്പായിട്ടും വിചാരിച്ചു ഹസ്ബൻഡും വൈഫും ആയതുകൊണ്ട് തന്നെ യാത്രക്കിടയിൽ എപ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ എപ്പോഴോ അവർ ഒന്നായി തീരും. മീൻസ് അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുമെന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയൊരു കഥയാണ് കാര്യം നിസ്സാരം. അങ്ങനെ എന്നോട് കഥ പറയുമ്പോൾ ഞങ്ങളൊരു മൂകാംബിക യാത്രക്കിടയിലാണ് എന്നോട് ഈ കഥയെപ്പറ്റി സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ അവതരിപ്പിക്കുന്നൊരു കഥാപാത്രത്തിന് വളരെ സാമ്യമുള്ള ഒരാൾ എൻ്റെ വീടിനടുത്തുണ്ട്. ഞാൻ ചിറയങ്കിലാണ്. ശാർക്കര ക്ഷേത്രത്തിനടുത്ത് മഞ്ചാടിമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗ്രാമപ്രദേശത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു വാസുമാമനുണ്ട്, പട്ടാളക്കാരൻ വാസുമാമൻ. ഇന്ന് അദ്ദേഹമില്ല. അപ്പോൾ അദ്ദേഹം വളരെ സ്ട്രിക്റ്റായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, വളരെ പക്വതയോടെ സംസാരിക്കുന്ന ഒരാളാണ്, ഉറക്കെ സംസാരിക്കുന്ന ഒരാളാണ്, കാര്യഗൗരവമായി സംസാരിക്കുന്ന ഒരാളാണ്. വാസുമാമൻ ഞങ്ങളുടെ മഞ്ചാടിമൂടിലൊരു ചായക്കടയുണ്ട്. ചായക്കടയുടെ അവിടെ രായണ്ണൻ്റെ ചായക്കട എന്ന് പറയും, രായണ്ണനും രാധചേച്ചിയും. അപ്പോൾ അന്ന് രാധചേച്ചി മാത്രമാണ് ചായക്കടയിൽ. കുഞ്ഞ് ചായക്കട കോഫി ഷോപ്പ്, മീൻസ് എന്താ പറയുക, രണ്ടുപേർക്ക് നിന്ന് കുടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കടയാണത്. ഫ്രണ്ടിൽ റോഡിൽ നിന്ന് കുടിച്ചിട്ട് പോകാം, അമ്പലത്തിനോട് ചേർന്നുള്ള. അപ്പോൾ ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ വാസുവണ്ണനും ഒരു ചായ പറഞ്ഞു. അപ്പോൾ വാസുമാമനൊരു ചായ കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ കുശലാന്വേഷണ നിലയിൽ രാധചേച്ചി ചോദിച്ചു, അണ്ണാ നമ്മുടെ മോൾ ഇവിടെ വന്ന നാട്ടിലുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ അല്ല, ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഭാര്യ സത്യഭാമ, ഞങ്ങൾക്കുണ്ടായ മകൾ നിർമ്മല വന്നിട്ടില്ല.